Welcome to IAS Hub. This is self-assessment test in part 2 video. Let's move to the 26th question. Which one of the following is likely to be the most inflationary in its effects? Most inflationary ആണ് question ചോദിച്ചിരിക്കുന്നത്. Option A, repayment of public debt. Option B, borrowing from the public to finance a budget deficit. Option C, borrowing from the banks to finance a budget deficit. Option D, creation of new money to finance a budget deficit. ഇതിനകത്ത് ഓപ്ഷൻ ഡി മാത്രമാണ് പുതിയതായിട്ടൊരു മണി സപ്ലൈ വരുന്നത്. എയും ബിയും സിയും ഓൾറെഡി ഉള്ള മണി തന്നെയാണ് പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഓപ്ഷൻ ഡി മാത്രമേ ഉള്ളൂ പുതിയതായിട്ടുള്ള മണി. അതുകൊണ്ട് മോസ്റ്റ് ഇൻഫ്ലേഷണറി ആയിട്ടുള്ള ഓപ്ഷൻ ഡി ആണ്. Twenty-seventh question. Nazca lines, a World Heritage Site of South America, is associated with which of the following landform? Okay. Nazca plate നമ്മൾ ജോഗ്രഫിയിൽ പഠിക്കുന്നതാണ്. സൗത്ത് അമേരിക്കയിലാണ് വരുന്നത്. ഇതിൽ നാസ്ക പ്ലേറ്റിൻ്റെ സൈഡിൽ കൂടെയാണ് പെറുവിയൻ കറണ്ട് പോകുന്നത്, കോൾഡ് കറണ്ട്. അതുകൊണ്ട് ഈ കോൾഡ് കറണ്ട് പോകുന്ന ഭാഗം എന്ന് പറയുമ്പോൾ ഡെസേർട്ട് ആയിരിക്കും. അതുകൊണ്ട് മോസ്റ്റ് ലൈക്ലി ആയിട്ടുള്ള ഒരു ലാൻഡ് ഫോം അവിടെ കാണാൻ സാധ്യത ഡെസേർട്ട് തന്നെ ആയിരിക്കും. Twenty-eighth question. The money multiplier in an economy increases with which one of the following? Option A, increase in the cash reserve ratio in the banks. Option B, increase in the statutory liquidity ratio in the banks. Option C, increase in the banking habit of the people. Option D, increase in the population of the country. Option D, population കൂടിയത് കൊണ്ട് മണി മൾട്ടിപ്ലയർ കൂടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ പുതിയതായിട്ടുണ്ടാകുന്ന പോപ്പുലേഷൻ പുവർ പീപ്പിൾ ആണെങ്കിൽ അവിടെ മണി മൾട്ടിപ്ലയർ വരണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഓപ്ഷൻ ഡി അല്ല. പിന്നെ CRRഉം SLRഉം രണ്ടും ഏകദേശം ഒരേ എഫക്റ്റ് തന്നെയാണ് ഉള്ളത്. അപ്പോൾ എയും ബിയും വരാനുള്ള ചാൻസ് ഇല്ല. സോ കറക്റ്റ് ആൻസർ ഇസ് ഇൻക്രീസ് ഇൻ ദ ബാങ്കിങ് ഹാബിറ്റ് ഓഫ് ദ പീപ്പിൾ ആണ് അതിൻ്റെ ആൻസർ. With reference to Indian economy, demand pull inflation can be caused or increased by which of the following? Demand pull inflation പറ്റിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഇൻക്രീസ് ആകുന്നത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഓപ്ഷൻസ് വായിച്ചു നോക്കാം. എക്സ്പാൻഷനറി പോളിസീസ്, ഫിസ്ക്കൽ സ്റ്റിമുലസ്, ഇൻഫ്ലേഷൻ ഇൻഡെക്സിംഗ് വേജസ്, ഹയർ പർച്ചേസിംഗ് പവർ, റൈസിംഗ് ഇൻട്രസ്റ്റ് റേറ്റ്. ഇതിൽ ഹയർ പർച്ചേസിംഗ് പവർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിമാൻഡ് കൂടും, ഒബ്വിയസ്ലി കൂടും. അപ്പോൾ ഫോർത്ത് ഓപ്ഷൻ എന്തായാലും വരും. പിന്നെ ഫിഫ്ത്ത് ഓപ്ഷൻ റൈസിംഗ് ഇൻട്രസ്റ്റ് റേറ്റ്. ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ മണി സപ്ലൈ കുറയും. മണി സപ്ലൈ കുറയുമ്പോൾ ഡിമാൻഡ് കുറയുകയുള്ളൂ, ഡിമാൻഡ് കൂടില്ല. അപ്പോൾ ഫിഫ്ത്ത് ഓപ്ഷൻ എന്തായാലും ഓപ്ഷനകത്ത് വരില്ല, കറക്റ്റ് ആൻസറിൽ വരില്ല. ഓക്കെ, ഫിഫ്ത്ത് ഓപ്ഷനുള്ള ബി സി ഡി ഈ മൂന്ന് ഓപ്ഷനും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആണ്. എക്സ്പാൻഷനറി പോളിസി, ഫിസ്ക്കൽ സ്റ്റിമുലസ് ആൻഡ് ഹയർ പർച്ചേസിംഗ് പവർ. മൂവിംഗ് ടു ദ 30th question. R2 Code of Practices. R2 Code of Practices constitute a tool available for promoting the adoption of. ഇതിൽ ഏത് ആൻസർ ആണെന്ന്
ഏതാണ് ഏറ്റവും കൂടുതൽ ആപ്റ്റ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൻ്റെ ആൻസർ എ ആണ്. ഇതൊരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. എൻവയോൺമെന്റലി റെസ്പോൺസിബിൾ പ്രാക്ടീസസ് ഇൻ ഇലക്ട്രോണിക്സ് റീസൈക്ലിംഗ് ഇൻഡസ്ട്രി, അതാണ് ഇതിൻ്റെ ആൻസർ. question. Why is there a concern about copper smelting plants? Copper smelting plants നെ പറ്റിയിട്ട് കൺസേൺസിനെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, they may release lethal quantities of carbon monoxide into environment. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് the copper slag can cause the leaching of some heavy metals into environment. അത് ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. they may release sulfur dioxide as a pollutant. That is also a general statement. ഇതിൽ release lethal quantities of carbon monoxide. ആക്ച്വലി കാർബൺ മോണോക്സൈഡ് ഈ കോപ്പർ ഇൻഡസ്ട്രിയിൽ കൂടുതലായിട്ട് കാർബൺ ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് ലീതൽ ക്വാണ്ടിറ്റീസ് ഓഫ് കാർബൺ മോണോക്സൈഡ് എമിറ്റ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ആൻസർ ഇസ് ബി 2 and 3. Which of the following statements with reference to comparison between tropical cyclone and extratropical cyclone is incorrect? Incorrect ആണ് ചോദിച്ചിരിക്കുന്നത്. Extratropical system has frontal system whereas it is absent in tropical cyclone. ഓക്കെ, നമുക്കറിയാം ട്രോപ്പിക്കൽ സൈക്ലോണിൽ ഫ്രണ്ടൽ സിസ്റ്റം ഇല്ല. ട്രോപ്പിക്കൽ സിസ്റ്റത്തിലാണ് ഫ്രണ്ടൽ സിസ്റ്റം ഉള്ളത്. അപ്പോൾ അതൊരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, tropical system covers a large distance compared to extratropical cyclone. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺ ആണ് കൂടുതൽ ഏരിയ കവർ ചെയ്യുന്നത്. തേർഡ് സ്റ്റേറ്റ്മെന്റ്, ട്രോപ്പിക്കൽ സൈക്ലോൺ ഒറിജിനേറ്റ് ഓൺലി ഓവർ ദ സീ. ശരിയാണ്, ട്രോപ്പിക്കൽ സൈക്ലോൺ ഒറിജിനേറ്റ് ഓൺലി ഓവർ ദ സീ. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ്, എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺ ഇസ് മോർ ഡിസ്ട്രക്റ്റീവ് ദാൻ ട്രോപ്പിക്കൽ സൈക്ലോൺ. അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺ അല്ല, ട്രോപ്പിക്കൽ സൈക്ലോൺ ആണ് മോസ്റ്റ് ഡിസ്ട്രക്റ്റീവ്. അപ്പോൾ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് രണ്ടെണ്ണം, 2 and 4. ഓപ്ഷൻ ബി ആണ് ആൻസർ. Question number 33. With reference to furnace oil, consider the following statements. It is a product of oil refineries. Some industries use it to generate power. Some industries, ഒരു general statement ആണ്. ഇതൊരു general statement ആണ്. Its use causes sulfur emissions into the environment. This is also a general statement. ഇതിനകത്ത് some industries, ഏതെങ്കിലും ഇൻഡസ്ട്രീസ് ഇത് പവർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ സൾഫർ എമിഷൻസ്, എന്ത് എമിഷൻസ് വേണമെങ്കിലും വരാം. അത് മൂന്നും ഒരു ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3. Moving to the next question. What is blue carbon? Blue carbon. Carbon captured by oceans and coastal ecosystems. Carbon sequestrated in forest biomass and agriculture soils. Carbon contained in petroleum and natural gas. Carbon present in atmosphere. അപ്പോൾ ബ്ലൂ കാർബൺ, നീല കളറുമായിട്ട് നമുക്ക് ഓഷ്യനെയും കോസ്റ്റൽ എക്കോസിസ്റ്റത്തെയും കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഏറ്റവും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എ ആണ്. അപ്പോൾ 34th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ.
35th question. Which one of the following is used in preparing a natural mosquito repellent? Natural mosquito repellent. ഇതൊരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. അറിയില്ലെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ. ലെമൺ ഗ്രാസ് ആണ് നാച്ചുറൽ മൊസ്കിറ്റോ റിപ്പലന്റ്. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 36. Consider the following animals: hedgehog, marmot, pangolin. Okay, നമുക്ക് നോക്കാം. To reduce the chance of being captured by predators, which of the above organism roll up and protect its vulnerable parts? Okay, pangolin is famous for that feature. അത് already അറിയാം. Okay, hedgehog is also famous for that. മർമോട്ട് എന്ന് പറയുന്ന ആനിമൽ അതിൻ്റെ പ്രെഡേറ്റേഴ്സിനെ കാണുമ്പം വിസിൽ ചെയ്യുകയാണ്. അപ്പോൾ ബാക്കിയുള്ള അതിൻ്റെ ഗ്രൂപ്പിലുള്ള ആളുകൾ അവെയർ ആവുകയും അവരെന്തെങ്കിലും റോക്കിൻ്റെ പുറയിലോ അങ്ങനെ പോയി ഹൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഈ റോൾ ആവുകയോ അല്ലെങ്കിൽ വൾണറബിൾ പാർട്സ് കവറപ്പ് ചെയ്ത് ഇരിക്കുന്നൊരു ഫീച്ചർ മർമോട്ടിനില്ല. ആൻസർ ഇസ് 1 and 3. Thirty-seventh question. With reference to the New York Declaration on Forest, which of the following statements are correct? Correct statement ആണ് ചോദിച്ചിരിക്കുന്നത്. It was first endorsed at the United Nations Climate Summit in 2014. It endorses a global timeline to end the loss of forest. Okay, ഇതൊരു ഫോറസ്റ്റിനെ പറ്റിയിട്ടുള്ള ഒരു സമ്മിറ്റ് ആണെങ്കിലും ഒക്കെ ഇത് ലോസ് ഓഫ് ഫോറസ്റ്റ് തടയാൻ വേണ്ടിയിട്ട് അവരൊരു ടൈം ലൈൻ വെച്ചിരിക്കാം. ജനറൽ സ്റ്റേറ്റ്മെന്റ്. ഇറ്റ് ഈസ് ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള കൺവെൻഷൻസും സമ്മിറ്റ്സും ഒക്കെ വളരെ കുറവാണ്. ഓക്കെ, അതൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്. നോക്കാം. ഇറ്റ് ഈസ് എൻഡോസ്ഡ് ബൈ ഗവൺമെന്റ്സ്, ബിഗ് കമ്പനീസ് ആൻഡ് ഇൻഡിജിനസ് കമ്മ്യൂണിറ്റീസ്. അതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്ത്യ വാസ് വൺ ഓഫ് ദ സിഗ്നേറ്ററീസ് ഓഫ് ഇറ്റ്സ് ഇൻസെപ്ഷൻ. അപ്പം ഇതിൽ തേർഡ് എന്നുള്ളതൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്. തേർഡ് ഇല്ലാത്ത ഓപ്ഷൻസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. തേർഡ് ഇല്ലാത്ത ഓപ്ഷൻ രണ്ടെണ്ണം ഉണ്ട്. 1, 2 and 4, 2 and 5. ഓക്കെ, ഇന്ത്യ വാസ് വൺ ഓഫ് ദ സിഗ്നേറ്ററീസ് അറ്റ് ഇറ്റ്സ് ഇൻസെപ്ഷൻ. ഇന്ത്യ സിഗ്നേറ്ററി ആണെങ്കിൽ ഇതിനെപ്പറ്റി നമ്മൾ കേട്ടിരിക്കണം. ഇത് അധികം ഫേമസ് ആയിട്ടുള്ളൊരു ഡിക്ലറേഷൻ അല്ല. സോ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് നമുക്ക് 5th ഓപ്ഷൻ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. 5th ഓപ്ഷൻ. ഓക്കെ, തേർഡ് ആൻസർ ഇസ് എ. Moving to the next question. 38th question. Magnetite particles which are suspected to cause neurodegenerative problems are generated as environmental pollutants from which of the following? Okay. Brakes of motor vehicles, engines of motor vehicles. Okay, ഈ രണ്ട് ഓപ്ഷൻസും ഒരുമിച്ച് വരാനുള്ള ചാൻസേ ഉള്ളൂ. 1 and 2. Microwave stoves within homes. Okay, ന്യൂറോഡിജനറേറ്റീവ് പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന ഈ ഒരു പാർട്ടിക്കിൾസ് അതിന് ന്യൂറോഡിജനറേറ്റീവ് പ്രോബ്ലം ഉണ്ടെന്ന് സസ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു സാധനം വീടുകൾക്കകത്ത് നമ്മൾ പ്രൊമോട്ട് ചെയ്യുമോ അങ്ങനെ ഒരു കണ്ടുപിടുത്തം ഉണ്ടെങ്കിൽ? അപ്പോൾ 3 വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പം 3 ഉള്ള ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, ആൻസർ ഇസ് ബി. 39th question. Which one of the following is filter feeder?
ഫിൽട്ടർ ഫീഡർ. കാറ്റ്ഫിഷ്, ഒക്ടോപ്പസ്, ഓയിസ്റ്റർ, പെലിക്കൺ. ഇതിന്റെ ആൻസർ ഓയിസ്റ്റർ ആണ്. ഓയിസ്റ്റർ അതിന്റെ ശരീരത്തിൽ നിന്ന് വാട്ടർ റിലീസ് ചെയ്യും, അങ്ങനെയാണ് അത് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അത് ഫിൽട്ടർ ചെയ്ത് കഴിക്കുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ്. അതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, 40 ക്വസ്റ്റ്യൻ. In case of which one of the following biogeochemical cycles the weathering of rocks is main source of release of nutrient to enter the cycle? Option A, carbon cycle, nitrogen cycle, phosphorus cycle, sulfur cycle. Okay, option A യും B യും gaseous cycle ആണ്. അപ്പോൾ റോക്ക് gaseous cycle ഇത് വരാനുള്ള ചാൻസ് കുറവാണ്. A and B ക്യാൻസൽ ചെയ്യാം. ഓപ്ഷൻ സി ഫോസ്ഫറസ് സൈക്കിൾ, ഓപ്ഷൻ ഡി സൾഫർ സൈക്കിൾ. അപ്പോൾ ഫോസ്ഫറസ് ഏറ്റവും കൂടുതൽ കാണുന്നത് റോക്സിലാണ്. അപ്പം ഇത് രണ്ടും നമുക്ക് കണക്ട് ചെയ്യാം. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഡെട്രിവോറസ്? ഡെട്രിവോറസ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഡെട്രിവോറസ്: earthworms, jellyfish, millipedes, sea horses and woodlice. ഇതിൽ നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് എർത്ത്വർംസ് ഉണ്ട്, വുഡ്ലൈസ് ഉണ്ട്. ഓക്കെ, സീ ഹോഴ്സസ് ഡെട്രിവോറസ് അല്ല, അവർ കാർണിവോറസ് ആണ്. ഓക്കെ, അപ്പം 4 ഇല്ലാത്ത ഓപ്ഷനാണ് ഇതിൻ്റെ ആൻസർ. ആൻസർ സി. Second question. With reference to Chausat Yogini temple situated near Morena, consider the following statements. It is circular temple built during the reign of Kachapagatta's dynasty. It is only a circular temple built in India. Extreme statement ആണ്, only circular temple. Okay. It was meant to promote Vaishnava cult in the region. Vaishnava cult. Its design has given rise to popular belief that it was the inspiration behind the Indian Parliament building. Okay, അതൊരു കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ക്വസ്റ്റ്യൻ വരാനുള്ള കാരണം തന്നെ അതാണ്. ഓക്കെ, 4th കറക്റ്റ് ആണ്. സെക്കൻഡ് എന്ന് പറയുന്നത് എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ സെക്കൻഡ് തന്നെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. Answer is C. 1 ഉം 4 ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അത് ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഏൻഷ്യൻ ടൗൺസ് is well known for its elaborate system of water harvesting and management of building a series of dams and channelizing water into connected reservoirs? ഓക്കെ, ഇതിൻ്റെ ആൻസർ എ ആണ്. ധോളാവിരി ആണ് ആൻസർ. അതൊരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്, അതിനകത്ത് വേറെ ടെക്നിക്സ് ഒന്നും പറയാനില്ല. 44th ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു പോർച്ചുഗീസ് റൈറ്റർ, ഇത് കട്ട് ചെയ്തു. അതെയോ? 44th question. According to Portuguese writer Nunes, the women in Vijayanagara Empire were expert in which of the following areas? Okay, wrestling, astrology, accounting, soothsaying. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ എല്ലാം ജനറൽ ആണ്. ഇതിലിപ്പം റെസ്ലിംഗ് ചെയ്തിട്ടുണ്ടോ, ആസ്ട്രോളജി ചെയ്തിട്ടുണ്ടോ, ഇതിൽ ഏതെങ്കിലും ആരെങ്കിലും ചെയ്താൽ തന്നെ ഓപ്ഷൻസ് എല്ലാം കറക്റ്റ് ആവും. അപ്പോൾ ഇതെല്ലാ ആൻസറും എല്ലാ ഓപ്ഷനും കറക്റ്റ് ആണ്. Option is D. Next question, 45th question. Consider the following statement. The Montagu-Chelmsford reforms of 1919 recommended granting voting rights to all the women above the age of 21. അടുത്തതെന്ന് പറഞ്ഞാൽ the Government of India Act 1935 gave women reserved seats in legislature.
അതൊരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. 1990 ഓൾ ദ വിമന് വോട്ടിംഗ് കൊടുക്കാനുള്ള ചാൻസ് വളരെ കുറവല്ലേ. 1990 ആകെ ഇപ്പോൾ ഇൻകം, എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള ക്രൈറ്റീരിയയിൽ മാത്രമാണ് വോട്ടിംഗ് റൈറ്റ് വിമന് കൊടുത്തിട്ടുള്ളൂ, അല്ലാതെ എല്ലാ വിമനും കൊടുത്തിട്ടില്ല. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ആൻസർ ഇസ് 2 only. 46th question. In the context of India's preparation for climate smart agriculture, consider the following statements. The climate smart village approach in India is a part of project led by the Climate Change, Agriculture and Food Security, an international research program. Second option vaikam. The project of CCAFS is carried out under consultative group on international agriculture research headquartered in France. ഒരു factual sentence ആണ്. The International Crop Research Institute for the Semi-Arid Tropics in India is one of the CGIAR's research centers. ഇത് മൂന്നും ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്, മൂന്നും തമ്മിൽ ബന്ധമുണ്ട്. എല്ലാ സ്റ്റേറ്റ്മെന്റും തന്നിരിക്കുന്നത് ശരിയാണ്. ആൻസർ ഇസ് ഡി. Moving to the next question. Consider the following activities: spraying pesticides on the crop field, inspecting the craters of an active volcano, collecting breath samples from sprouting vales for DNA analysis. At the present level of technology, which of the following activities can be successfully carried out using drones? ഡ്രോൺസ് എന്ന് പറഞ്ഞപ്പോൾ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടെക്നോളജിയാണ്. ഇതിലേതെങ്കിലും ഡ്രോണിനെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ മൂന്നും ഇതിനെ കൊണ്ട് സാധ്യതയുണ്ട്, ആപ്ലിക്കേഷൻസ് ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ആൻസർ ഇസ് ഡി. 48th question നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. First sentence. Genetic changes can be introduced in the cells that produce eggs or sperms of a prospective parent. Second sentence. A person's genome can be edited before birth at the early embryonic stage. മൂന്നാമത്തെ sentence. Human induced pluripotent stem cells can be injected into the embryo of a pig. ഈ മൂന്ന് സാധനങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ എഫക്ട്സിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റും, ക്യാൻ ബി എഡിറ്റഡ്, ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ്. അപ്പം മൂന്നും ഒരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എടുക്കാം. എല്ലാ ഓപ്ഷനും ശരിയാണ്. ആൻസർ ഇസ് ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 49th question. What is the importance of using pneumococcal conjugate vaccines in India? First sentence. The vaccines are effective against pneumonia as well as meningitis and sepsis. Okay, general statement ആണ്. Dependence on antibiotics that are not effective against drug resistant bacteria can be reduced. Third sentence. These vaccines have no side effects. ഭയങ്കര എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്. നോ സൈഡ് എഫക്ട്സ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ആൻഡ് കോസ് നോ അലർജിക് റിയാക്ഷൻസ്. രണ്ട് എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് വന്നു. ഓക്കെ, തേർഡ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്, അപ്പം അത് ക്യാൻസൽ ചെയ്യാം. ബാക്കി രണ്ടെണ്ണം സംവാട്ട് ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം നമുക്ക് ഓപ്ഷൻ ബി കൊടുക്കാം. ബി ആണ് കറക്റ്റ് ആൻസർ. 50th ക്വസ്റ്റ്യൻ ആണ്. Under the Article 143 of Constitution, authorizes the President to seek the opinion of Supreme Court. With reference to Article 143, consider the following statement. Supreme Court may tender or may refuse to tender its opinion to the President on any question of law or fact of public importance. Correct statement ആണ്. Supreme Court must tender its opinion. Okay, must tender. ഏതാണ്? പ്രീ കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റി ഒക്കെ വരുമ്പോൾ സുപ്രീം കോടതി നിർബന്ധമായും കൊടുത്തേ പറ്റൂ. That is also a correct statement. Third, in both of the cases, the opinion expressed by the Supreme Court is binding on the President. Okay, അതൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്. തേർഡ്
ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ആൻസർ ഇസ് എ. അപ്പോൾ ഈ പാർട്ട് ഓഫ് ക്വസ്റ്റ്യൻ ഡിസ്കസിങ് ഇവിടെ അവസാനിക്കുവാണ്.